ഞാൻ പി ജി ചെയ്ത കോളേജിൽ 2014-16 ടൈമിലാണ് പി ജി ചെയ്തത്. അവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരും അവിടെ കുറേ പെൺപിള്ളേർ, ഞാൻ കോളേജ് പറയുന്നില്ല, അവിടെ കുറേ പെൺപിള്ളേരുണ്ട്. കുറേ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ പി ജിയിൽ മാത്രമേ ആൺപിള്ളേരുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പേര് അഡ്മിഷൻ എടുത്ത് അവിടെ എത്തി. ആകെ 20 ആൺപിള്ളേരാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവിടെ സീനിയേഴ്സ് വൺ റോളാണ്. വൺ റോളെന്ന് പറഞ്ഞാൽ അവർ മറ്റേ ആർട്ടിസ്റ്റുകളാണ്. അവർ ഇത് സബ്മിറ്റ് ചെയ്യുന്നു, പ്രൊജക്റ്റ് വയ്ക്കുന്നു. പെൺപിള്ളേരൊക്കെ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റെസ്പെക്റ്റ്, സ്നേഹം. ഇപ്പോൾ നമുക്കിതൊക്കെ കണ്ടിട്ട് പൊളിഞ്ഞ് കയറിയില്ലേ. ഒളിഞ്ഞ് കയറിയപ്പോൾ എങ്ങനെയെങ്കിലും വന്ന് കയറിയല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു അറ്റൻഷൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു തുറുപ്പിയിട്ടില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും വന്നൊരു 5-ാം ദിവസം റിനു എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അവൻ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് തന്നെയാണ് ഇപ്പോഴും. ഈവൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവനൊരു ഇൻസേർട്ടൊക്കെ ചെയ്ത് ടിപ്പ് ടോപ്പൊക്കെ ആയിട്ടാണ് എപ്പോഴും നടക്കുക, യൂണിഫോം ഉണ്ട്. അപ്പം ഇവൻ വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഓക്കെ. ഇവൻ പെട്ടെന്ന് ഒരു ഫോട്ടോ കാണിച്ചു തന്നു ഫേസ്ബുക്കിൽ. ഞങ്ങളെല്ലാവരും ഞെട്ടി. ഇവൻ കാണിച്ചേക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇവനും ചെസ് ചാമ്പ്യൻ, ലോക ചാമ്പ്യൻ വിശ്വനാഥ് ആനന്ദായിട്ട് ചെസ്സ് കളിക്കുന്നു. ഇവനൊരു വെള്ള ജുബ്ബയൊക്കെ ഇടുന്നു. എന്നിട്ട് അടുത്ത ഫോട്ടോയിൽ വിശ്വനാഥ് ആനന്ദ് ഇവന് ഗിഫ്റ്റ് എന്തോ കൊടുക്കുന്നു. എന്തോ ഒരു ചെസ്സ് കോമ്പറ്റീഷനിൽ മത്സരിച്ചേക്കാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ആ തുറപ്പിട്ട് കിട്ടി. ഇവനെ വെച്ച് എന്ത് ചെയ്യുമെന്നാണ് പിന്നെ ഞങ്ങൾ ആലോചിച്ചത്. പിന്നെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവൽ വന്നു, ഒരു ആർട്ട് ഫെസ്റ്റിവൽ വന്നു. അപ്പോൾ ഗെയിംസൊക്കെ വെക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, എന്ത് ഗെയിം വെക്കാം, ഞങ്ങൾക്ക് മാത്രം ഷോ ഇറക്കാൻ പറ്റുന്ന എന്ത് ഗെയിം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ചെസ് കോമ്പറ്റീഷൻ വയ്ക്കാം. കാര്യം ചെസ് കോമ്പറ്റീഷൻ കേരള ലെവലിലായാലും സൗത്ത് ഇന്ത്യൻ ലെവലിലായാലും ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അതിലും വലിയ ഒരു ഈവൻറ്റോ ഒന്നും ഇനി ആ കോളേജ് നടക്കാൻ പോണില്ല, അത് ഞങ്ങൾക്കറിയാം. അതായിരുന്നു റിനു. അങ്ങനെ ഞങ്ങൾ റിനുമോനെ കൺവിൻസ് ചെയ്തു. അപ്പോൾ റിനുമോൻ്റെ കഥയിൽ വിശ്വനാഥാനന്ദുമായിട്ട് കളിച്ചതിൽ വിശ്വനാഥാനന്ദുമായിട്ട് 27 മൂവ് പിടിച്ചു തന്നു. അല്ലാതെ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ അവൻ ഇന്നും സങ്കടപ്പെടുന്നുണ്ടാവും. അങ്ങനെയാണ് അവൻ്റെ കഥ. അങ്ങനെയാണ് അവൻ ഞങ്ങളെ കൺവിൻസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഈവൻ്റ് വെച്ചു, റിനുമോൻ്റെ ഫ്ലെക്സ് അടിച്ചു, തീപ്പൊരി ഐറ്റം. അപ്പോൾ റിനുമോൻ ഫൈനലിൽ എത്തുന്ന പോലെ ഒരു ട്രാക്ക് ഇട്ടു. പിന്നെ വേറൊരു ട്രാക്കിൽ നല്ലൊരു ഒരു കോമ്പറ്റീറ്ററിനെ കണ്ടുപിടിച്ചിട്ട് അവനും വരും. അപ്പോൾ റിനുമോനും ഇവനും കൂടെ ഒരു ഫൈനൽ. അത് ഭയങ്കര ഗംഭീരമായി ആൾക്കാരെയൊക്കെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ വീഡിയോഗ്രാഫിയൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പരിപാടി പ്ലാൻ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് എത്തി. അപ്പോൾ ഞങ്ങൾ 6 സ്ഥലത്താണ് ചെസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ റിനുമോൻ്റെ ടേബിൾ ഇവിടെ, അവിടെ അപ്പുറത്തെ മുറിയിൽ, അങ്ങനെ കുറേ ടേബിളിലാണ് ഈ പരിപാടി ഈവൻ്റ് മൊത്തം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓടിയിടന്ന് നോക്കുകയാണ് എന്നായി എന്താണെന്നൊക്കെ. അപ്പോൾ റിനുമോൻ വന്നു. റിനുമോൻ്റെ അപ്പുറത്ത് ഒരു പെൺകുട്ടി, അവൾ ഫസ്റ്റ് ഇയർ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവൾ വന്നിരുന്നു. അപ്പോൾ റിനുമോൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം. അതിന് റിനുമോനൊരു കോമ്പറ്റീഷൻ കൊടുക്കാനുണ്ടോ എന്നൊക്കെ. അപ്പോൾ റിനുമോൻ കളി തുടങ്ങുന്നില്ല, അവൻ ഇങ്ങനെ ഉഴപ്പാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, റിനുമോനെ ഇത് വേണ്ട, നിൻ്റെ അഹങ്കാരമല്ല ഇത്, എനിക്കത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കളിച്ചു തുടങ്ങി. അപ്പോൾ 3-5 മൂവ് കൊണ്ട് തോൽപ്പിക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റിനുമോൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കളി കഴിഞ്ഞു, അവർ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ കോർഡിനേറ്റ് ചെയ്ത രഞ്ജിത്തും സ്റ്റെനിയും എൻ്റെ 2 ഫ്രണ്ട്സാണ്. ഇവരാണ് ഈ ടേബിൾ നോക്കുന്നത്. ഇവർ എല്ലാ ടേബിൾസിലും ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ചോദിച്ചു, കുറേ നേരമായിട്ട് ഇവന്മാരിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. റിനുമോനും ആ പെൺകുട്ടിയും ചെസ് ബോർഡ് നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ രഞ്ജിത്തിനോട് ചോദിച്ചു, എന്താ? രഞ്ജിത്ത് പറഞ്ഞു, റിനുമോൻ തോറ്റു. എനിക്കത് മനസ്സിലായില്ല. റിനുമോൻ തോറ്റു. ഓക്കെ. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചെസ് ബോർഡിൽ അവൻ്റെ വെള്ളക്കരുക്കളാണ്. അവൻ്റെ രാജാവിന് ഇങ്ങനൊരു പ്ലസ്സൊക്കെ ഉണ്ട്. അപ്പോൾ രാജാവിൻ്റെ പ്ലസ്സിൻ്റെ തുമ്പത്തൊരു ചെറിയ വെള്ളത്തുള്ളി ഇരുന്ന് മിനുങ്ങണു. ഇവൻ്റെ കരഞ്ഞ് ആ ചെസ് ബോർഡിന് മുമ്പിൽ നിന്ന് കരയുക, തോറ്റെന്നും പറഞ്ഞു.
സംഭവം എന്താണെന്ന് നമുക്കൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കാം. ഞാനില്ലായിരുന്നു, അവന്മാർ പറഞ്ഞ അറിവിൽ ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറയാം. കളി തുടങ്ങുന്നു. 3 മൂവ്മെൻ്റ് ആയപ്പം റിനുമോന് ഭയങ്കര ഒരു വെല്ലുവിളി തോന്നുന്നില്ല. ആ പെങ്കൊച്ചിന് 4 മൂവ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നു. അവൾ 4 മൂവ്മെൻറ്റ് വെച്ചു. പിന്നെ ഒരു 5 മൂവ്മെൻറ്റ് അവളുടെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തിന് അവൾ ബുദ്ധിപൂർവ്വം വെച്ചു. റിനുമോൻ തോറ്റു. അപ്പോൾ പരിപാടി അവിടെ കുളമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ റിനുമോന് വേണ്ടി ഇട്ടേക്കുന്ന ട്രാക്കാണ്. റിനുമോൻ ഫൈനൽ എത്തുന്ന വിചാരിച്ചിട്ട് ഫസ്റ്റ് റൗണ്ടിൽ തോറ്റിട്ട് ഞങ്ങളെ നോക്കിയിരിക്കുക. അപ്പോൾ എനിക്കതൊന്നൊരു കാര്യം മനസ്സിലായി. റിനുമോൻ ഒന്നല്ലെങ്കിൽ ഒരു ഗംഭീര ചെസ് പ്ലെയറാണ്, അല്ലെങ്കിൽ നല്ല ഗ്രാഫിക് ഡിസൈനറാണ്. കാര്യം ഫോട്ടോഷോപ്പിലായിരിക്കും അവൻ വിശ്വനാഥാനന്ദായിട്ടുള്ള ഫോട്ടോ റെഡിയാക്കി എടുത്തത്. മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം.